ഹലോ ഫ്രണ്ട്സ്, ഇതെൻ്റെ പുതിയ ഫ്രണ്ട് നൊറിക്കോ ഫ്രം ജപ്പാൻ. പുള്ളിക്കാരത്തി ഒരു ഹെൻ ആർട്ടിസ്റ്റാണ്. മെഹന്തിയെക്കുറിച്ച് കൂടുതൽ അറിയാനും അതുപോലെ തന്നെ ഒരു ഹെൻ ആർട്ടിസ്റ്റിനെ പരിചയപ്പെടണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് പുള്ളിക്കാരത്തി മനോജ് സാർ വഴി എൻ്റെ അടുത്ത് എത്തുന്നത്. അങ്ങനെ പുള്ളിക്കാരത്തിക്ക് വേണ്ട ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം എന്നെപ്പോലെ തന്നെ മൈലാഞ്ചിയെ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ അതിനെ കൂടുതൽ അറിയാനും അത് കൂടുതൽ പഠിക്കാനും ആഗ്രഹമുള്ള ആളുകളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് എനിക്ക്. പിന്നീട് പുള്ളിക്കാരത്തിക്ക് മൈലാഞ്ചി ഇടാൻ ആഗ്രഹം പറഞ്ഞു. ഒപ്പം പുള്ളിക്കാരത്തി എന്നോട് ചോദിച്ചു, എൻ്റെ മക്കൾക്ക് കയ്യിൽ മെഹന്തി ഇട്ടോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ഒരുപാട് സന്തോഷത്തോടെയും ഒപ്പം എൻ്റെ മക്കളും നല്ല സന്തോഷത്തിൽ തന്നെ മൈലാഞ്ചി ഇടാൻ കൈകൾ കാണിച്ചു കൊടുത്തു. പുള്ളിക്കാരത്തിയുടെ നല്ലൊരു ഡിസൈൻ പുള്ളിക്കാരത്തി അവരുടെ കയ്യിൽ ഇട്ട് കൊടുത്തു. അതിന് ശേഷമാണ് ഞാൻ നമ്മുടെ നൊറിക്കോയുടെ കയ്യിൽ ഇട്ട് കൊടുത്തത്. നൊറിക്കോയുടെ ഏത് ഡിസൈൻ വേണമെന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമുള്ള ഡിസൈൻ ഇട്ടോളാനാണ് പറഞ്ഞത്. സ്പോട്ടിൽ എനിക്ക് തോന്നി ഒരു ലോട്ടസ് ആഡ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് സ്പോട്ടിൽ തോന്നിയ ഡിസൈനാണ്, മൈൻഡിൽ അപ്പോൾ വന്ന ഡിസൈനാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഒരു കയ്യിൽ ലോട്ടസ് ആഡ് ചെയ്തിട്ടുള്ളൊരു മണ്ഡലയും ഒപ്പം റൈറ്റ് ഹാൻഡിൽ കുറച്ച് റോസും ഒപ്പം ഷെയ്ഡ്സും കൂടി ഉള്ള ഡിസൈനാണ് ചെയ്തു കൊടുത്തത്. പുള്ളിക്കാരത്തി ഭയങ്കര സന്തോഷത്തിലാണ്, ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ പുള്ളിക്കാരത്തിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു. ഒപ്പം മെഹന്തി നമുക്ക് ഏതൊരു രീതിയിൽ മറ്റൊരു ആർട്ടായിട്ട് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും, നമ്മൾ വോൾ മെഹന്തി ചെയ്യാമെന്നുള്ളതും അതുപോലെ വോൾ ഡെക്കറായിട്ടും നമ്മൾ ക്യാൻവാസ് പെയിൻറ്റിങ്സ് ആയിട്ടും ഒക്കെ സെയിലാക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരത്തിയോട് ഷെയർ ചെയ്തു. പുള്ളിക്കാരത്തിക്ക് അതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് പുള്ളിക്കാരത്തി ഇരുന്നത്. അതുപോലെ തന്നെ കൂടുതൽ അറിയാനുള്ള ആഗ്രഹങ്ങൾ കൂടുമായിരുന്നു പുള്ളിക്കാരത്തിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ നൊറിക്കോ ഹാപ്പി ആയിട്ടാണ് മടങ്ങിയത്. പുള്ളിക്കാരത്തി എനിക്ക് അവിടെ ചെന്നതിന് ശേഷം മെസ്സേജ് അയച്ചു. ഒരുപാട് സന്തോഷത്തിലാണെന്നും ഒപ്പം ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചത്. അങ്ങനെ നൊറിക്കോ ഹാപ്പി, അത് മെസ്സേജ് കണ്ടപ്പോൾ ഞാനും ഹാപ്പി. ഇനി ഞാൻ കൂടുതൽ ഹാപ്പിയാവും നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.